ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവവചനം പഠിക്കുവാൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, കർത്താവിന്റെ ദാസനെയും എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്ന് ക്ലാസ് എടുക്കുന്നത് തിയോളജി. നമ്മുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസ് ആണ്. അദ്ദേഹം ട്രിവാൻഡ്രത്തു നിന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നമുക്കെല്ലാവർക്കും സ്തോത്രം ചെയ്യാം. ഇത് പിന്നീട് കേൾക്കുന്നവർക്ക്, ഇന്ന് ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ ദൈവവചന പഠനം ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നാം എല്ലാവരും ഒരുമിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ ചുരുക്കമായിട്ട് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാണ്. ആരാണ് പ്രാർത്ഥി? കർത്താവേ, സ്തുതിക്കുന്ന വാഴ്ത്തുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ സ്തോത്രം 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 ചെയ്യുന്ന കർത്താവിനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, കർത്താവേ, നല്ല സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, രാത്രി കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും കർത്താവേ ബൈബിൾ ക്ലാസ്സുമായി കർത്താവേ അപ്പന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വന്നിരിക്കുന്നല്ലോ. കർത്താവെ, സ്തുതിക്കുന്ന വാഴ്ത്തുന്നു. കർത്താപ്പച്ച, ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും അപ്പന്റെ കൃപയും അനുഗ്രഹവും സാന്നിധ്യവും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഗ്രഹിപ്പാനും കർത്താവെ അതനുസരിച്ച് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നേറുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ക്ലാസ് എടുക്കുന്ന അങ്ങയുടെ ദാസനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദാസനോട് കരുണ തോന്നണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പൊ ഓരോ വചനങ്ങളും കർത്താവെ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാനുള്ള കർത്താവെ ശക്തി അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ബലപ്പെടുത്തണമേ കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം കർത്താവെ. എല്ലാവിധ നന്മകളാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അനേക ഇടങ്ങളിലായി കർത്താവെ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവിന്റെ കൃപയും അനുഗ്രഹവും സാന്നിധ്യം കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദാസനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഒക്കെയും കർത്താവ് ഇതൊക്കെ സമയത്ത് തന്നെ കടന്നു വരുവാനും ലീഡ് ചെയ്യാനൊക്കെയും അങ്ങയുടെ ദാസനെയും കർത്താവ് ശക്തീകരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെയും എല്ലാ ദൈവദാസന്മാരെയും ദാസിമാരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം കർത്താവെ. വീണ്ടും ഒരിക്കൽ കൂടി കർത്താവെ മാത്യു തോമസ് സാറിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ ദാസനെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. അത്ഭുതകരമായ അതിശയകരമായ കർത്താവെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഗ്രഹിക്കത്തക്കവണ്ണം കർത്താവെ ക്ലാസ് എടുക്കുവാൻ കർത്താവ് അങ്ങയുടെ ദാസനെ സഹായിക്കണമേ. ഇത്രയും ദിവസങ്ങളിലൊക്കെയും എടുത്തതൊക്കെയും പഠിപ്പിച്ചതൊക്കെയും ഞങ്ങൾ ഗ്രഹിച്ച് കർത്താവെ നന്നായി പഠിപ്പിക്കുവാനൊക്കെയുള്ള കൃപയും അനുഗ്രഹവും കൊടുത്തതിനായി സ്തോത്രം. എല്ലാവിധ നന്മകളാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു സിസ്റ്റർ മോളി രാജൻ. ദൈവം സഹായിക്കട്ടെ. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതുപോലെ, നമ്മളോടൊപ്പം വളരെ ആത്മാർത്ഥതയോടെ നമ്മളെ സപ്പോർട്ടും ഒക്കെ ചെയ്ത പ്രിയ സിസ്റ്റർ റീന ഐസക്കിന്റെ പിതാവ് ഇന്ന് രാവിലെ നിത്യതയിൽ ചേർക്കപ്പെട്ടു. താൻ ട്രിവാൻഡ്രം സ്വദേശിനിയാണ്. താൻ സൗദിയിലായിരിക്കുന്നു. മക്കളോടൊപ്പം എത്രയും പെട്ടെന്ന് കടന്നു ചെന്ന് വിവാഹ ശുശ്രൂഷകളൊക്കെ മംഗളമായി നടപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം പ്രത്യേകാൽ നമ്മുടെ അഗാപ്പെ ബൈബിൾ കോളേജിന്റെ എല്ലാ പ്രത്യാശയും ദുഃഖവും നമ്മൾ അറിയിക്കുന്നു. ദൈവം ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ മാത്യു പി തോമസ് ഏറ്റവും അനുഗ്രഹമായി ക്ലാസ് എടുപ്പാൻ ദൈവം സഹായിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ ബൈബിൾ സ്റ്റഡി ക്ലാസ്സിൽ ഇതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്റർ ലാലു ജേക്കബ്, അപ്പോൾ തന്നെ ഈ ബൈബിൾ പഠനത്തോട് ബന്ധപ്പെട്ട് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ, സൂം പ്ലാറ്റ്ഫോമിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് സംബന്ധിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തു നാമത്തിലുള്ള വന്ദനം ഈ സമയം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. വിശേഷിച്ച് തിയോളജിയിൽ ക്രിസ്തുശാസ്ത്രം ആണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുശാസ്ത്രത്തിൽ നമ്മൾ നിർത്തിയത് യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യൻ എന്നുള്ളതാണ് നമ്മൾ സമർത്ഥിച്ചത്. യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യൻ എന്ന് സമർത്ഥിക്കുവാൻ നാം ഉപയോഗിച്ച മെത്തേഡ് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഒന്നാമത്തെ ഒരു കാര്യം തന്നെ, ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അപ്പോൾ തന്നെ ആരാധന സ്വീകരിച്ച പലരും അതെ അവരുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികൾ. എന്നാൽ യേശുക്രിസ്തു ആരാധന സ്വീകരിച്ചപ്പോൾ തനിക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ യേശുക്രിസ്തു തീർച്ചയായിട്ടും ആരാധനയ്ക്ക് യോഗ്യൻ തന്നെയാണ്. പിതാവായ ദൈവം അത് ആഗ്രഹിച്ചു. അതിനുള്ള വാക്യങ്ങൾ മുഴുവൻ നമ്മൾ 1 by 1 ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അതെ പഠിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. അപ്പോൾ തന്നെ ശ്ലീഹന്മാര് എല്ലാം ആരാധന നിഷേധിച്ചവരാണ്. അവരാരും ആരാധനയിലേക്ക് അതെ കടന്നു വരുവാൻ തയ്യാറായില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ദൈവമായ കർത്താവ് അതെ നമ്മെ സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ആ ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് അനുഭവിക്കാനായിട്ടിടയായി. ഈ പേജാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചു നിർത്തിയത്. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന, എല്ലാ നാവും ഏറ്റു ചൊല്ലുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് അതേ കഴിഞ്ഞിരുന്നല്ലോ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്ത സെക്ഷനാണ്. പോർഷൻ നമ്പർ 2. എന്താണ് ഈ പോർഷൻ നമ്പർ 2 എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്. എന്നാൽ ഇപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നാം അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം. നിങ്ങളുടെ ഹൃദയത്തിൽ അഥവാ നിങ്ങളുടെ ഓർമ്മകളിൽ എന്താണ് ക്രിസ്തുശാസ്ത്രം എന്നുള്ളത് ഓർമ്മയുണ്ടെന്ന് ഞാൻ ഒരിക്കൽ കൂടെ കരുതുന്നു. ക്രിസ്തുശാസ്ത്രം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെയും യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെയും കുറിച്ച് പഠിക്കുന്നതാണ്. അതിൽ പാർട്ട് 1 എന്ന് പറയുന്നത് ആളത്വമാണ്, പാർട്ട് 2 എന്ന് പറയുന്നത് പ്രവർത്തനമാണ്. പാർട്ട് 1 എന്ന ആളത്വത്തിനകത്തുള്ള 2 ഭാഗമാണ്. ഒന്ന് ദൈവത്വം, 2 മനുഷ്യത്വം. അതുകൊണ്ട് ഞാൻ പോർഷൻ 2 എന്നിട്ട് ദിസ് ഇസ് നോട്ട് പാർട്ട് 2, ഇത് പാർട്ട് 2 അല്ല, പോർഷൻ നമ്പർ 2, ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്നുള്ളതാണ്. മനുഷ്യത്വം. യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവും ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സമർത്ഥിച്ച് പഠിക്കുമ്പോഴും മനുഷ്യത്വത്തിലേക്ക് നാം ഒന്ന് വരികയാണ്. ശ്രദ്ധിക്കുക, ഹ്യൂമാനിറ്റി ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം. മനുഷ്യത്വത്തിന് നമുക്ക് വളരെ എളുപ്പമായ ചില കാര്യമാണ്. കുറച്ച് ഇൻട്രൊഡക്ടറി പാർട്ട് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവും ആണ് നമ്മുടെ യേശു ക്രിസ്തു. അപ്പോൾ തന്നെ യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനും പാപരഹിതനുമായിരുന്നു. താൻ പാപം ചെയ്തിട്ടില്ല. അപ്പൊ പാപം ചെയ്യാത്തൊരുവനായി ഇന്ന് ഈ ലോകത്തിൽ അവതരിച്ച, തൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെ തന്നെ ആയിരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ മാനവലോകത്തിന് അഥവാ മനുഷ്യകുലത്തിന് ഏറ്റവും പ്രാധാന്യതയുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് പഠിക്കും. അതാണ് മുഖവുര. നെക്സ്റ്റ് വൺ, എവിഡൻസസ്. നമുക്കതിന് ചില തെളിവുകൾ, യേശു ക്രിസ്തു മനുഷ്യനായിരുന്നു എന്നുള്ളതിൻ്റെ ചില തെളിവുകൾ എന്താ? ഒന്നാമത്തെ കാര്യം, ഹ്യൂമൻ നെയിംസ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തെളിവുകളിൽ ക്രിസ്തുവിൻ്റെ മാനുഷിക നാമങ്ങളുണ്ട്. ദൈവത്വത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ
യേശു ക്രിസ്തുവിന്റെ ഡിവൈൻ നെയിംസ് ആയിരുന്നു പഠിച്ചത്, അഥവാ ദൈവീകമായ പേരുകൾ. എന്നാൽ ഇവിടെ നമ്മൾ മാനുഷികമായ നാമങ്ങൾ, യേശു ക്രിസ്തുവിന്റെ മാനുഷിക നാമങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മാനുഷിക നാമങ്ങൾ, ഇത് നമുക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് വളരെ എളുപ്പമുണ്ട്. നമ്പർ 1, ജീസസ്, യേശു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പദം. അത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. മതിയല്ലോ, യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. വളരെ ക്ലിയർ ആയിട്ട് പറയുക, മാനവലോകത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് യേശു എന്ന് പേരിടണം. അപ്പൊ യേശു എന്ന് പറയുന്ന പേര് ജീസസ്, യേശു. യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇവിടെ നമ്മൾ വായിച്ചത് തന്നെയാണ്, രക്ഷകൻ എന്നാണ്, സേവ്യർ. യേശു എന്ന് പറഞ്ഞാൽ സേവ്യർ, രക്ഷകൻ. അപ്പൊ മനുഷ്യവർഗത്തെ പാവങ്ങളെ രക്ഷിക്കുന്നവനാണ് യേശു. അതുകൊണ്ട് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വൺ, മനുഷ്യൻ എന്ന് ഒരു പേരിനാൽ അറിയപ്പെടുന്നു, മനുഷ്യൻ. 1 തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മനുഷ്യൻ എന്ന് ഉപയോഗിച്ചിരിക്കുക. ദൈവം ഒരുവനല്ല, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറവിലായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തുവേശു തന്നെ. എല്ലാവർക്കും മറുവിലയായി തൻ്റെ രക്തം നൽകിക്കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. അപ്പം മനുഷ്യൻ എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലാണ് മനുഷ്യപുത്രൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഈ യേശുക്രിസ്തു തന്നെ സംസാരിക്കുന്നിടത്തെല്ലാം മനുഷ്യപുത്രൻ എന്നേ പറയാറുള്ളത്. അപ്പൊ മനുഷ്യപുത്രൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. നെക്സ്റ്റ് വൺ, അബ്രഹാമിന്റെ പുത്രൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് യേശുവിനെ കുറിച്ച്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് ആ പദം ഉപയോഗിക്കുന്നത്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന് വംശം. ഓക്കെ, ഞാൻ അതുകൊണ്ട് അടുത്ത പോയിന്റും ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എഴുതി കഴിഞ്ഞു. സൺ ഓഫ് ഡേവിഡ്, സൺ ഓഫ് ഏബ്രഹാം, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ. അപ്പൊ അബ്രഹാമിന്റെ പുത്രൻ എന്ന് അഡ്രസ് ചെയ്തിട്ടുണ്ട്, ദാവീദിന്റെ പുത്രൻ എന്ന് അഡ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിൽ ഈ പദങ്ങളെ നസ്രയൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. 2-ാം അധ്യായത്തിന്, മത്തായി തന്നെ 2-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിച്ചാൽ യേശുവിന്റെ മറ്റൊരു പേര് നസ്രയൻ എന്നായിരുന്നു. അവൻ നസ്രയൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാക്കുവാൻ തക്കവണ്ണം നസ്രയത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. അപ്പൊ നസ്രയൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുൻകൂട്ടി എഴുതി വെച്ചിരുന്നു. അത് നിവൃത്തിയാകേണ്ടതിന് നസ്രത്ത് എന്ന ഗ്രാമത്തിൽ പോയി പാർത്തു. അപ്പൊ നസ്രത്തിൽ പാർത്തത് കൊണ്ട് ഇദ്ദേഹത്തെ നസ്രയൻ എന്ന് അറിയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആ മാനുഷ്യ നാമങ്ങൾ നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ഹ്യൂമൻ നേച്ചർ. ഹ്യൂമൻ നേച്ചർ എന്ന് പറയുമ്പോൾ മാനുഷികമായ പ്രകൃതി ഉള്ളവനായിരുന്നു. മനുഷ്യപ്രകൃതി ഉണ്ടോ? മനുഷ്യപ്രകൃതി ഉണ്ടായിരുന്നു യേശു ക്രിസ്തുവിന്. അതിനെന്താ തെളിവ്? നോക്കുക, തനിക്കൊരു ശരീരം ഉണ്ടായിരുന്നു. എന്താ മനുഷ്യന്റെ പ്രകൃതി? ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ശരീരം, അപ്പോൾ തന്നെ ദേഹി, ആത്മാവ്. ശരീരം, ദേഹി, ആത്മാവ്, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ഇത് ഉണ്ട് എന്ന് തെളിയിക്കുക. അപ്പം യേശുവിന് ശരീരം ഉണ്ടായിരുന്നോ? ബോഡി ഉണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 26-ന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകാം.
അവൾ ഈ തൈലം എന്റെ ദേഹത്തിൽ ഒഴിച്ചത് എന്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. ലോകത്തിൽ എങ്ങും ഈ സുവിശേഷം പ്രസംഗിച്ചിടത്തോളം അവൾ ചെയ്തത് അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ തൈലം മുഴുവൻ അവൾ എൻ്റെ ശരീരത്തിലാണ് പുരട്ടിയിരിക്കുന്നത് എന്ന് യേശു ക്രിസ്തു പറയുന്നു. അപ്പൊ ക്രിസ്തുവിന് ഒരു ശരീരം ഉണ്ടായിരുന്നു, ഒരു ശരീരം ഉണ്ടായിരുന്നു. എബ്രായർ 2-14 വാക്യത്തിനകത്തും മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണനീതി അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ഓക്കെ, കണ്ടോ? അപ്പൊ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഒന്ന് നോക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് ദേഹി ഉണ്ടായിരുന്നു, സോൾ, സോൾ, ബോഡി, സോൾ. മത്തായിയുടെ സുവിശേഷം 26-ാം വാക്യത്തിലേക്ക് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാം. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. എന്റെ ഉള്ളം മരണവേദന പോലെ ആയിരിക്കുന്നു, അതിദുഃഖിതമായിരിക്കുന്നു. അപ്പൊ ശരീരം ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു തൻ്റെ ദേഹി. എൻ്റെ ഉള്ളത്തിലുള്ള ദുഃഖം, എൻ്റെ അകത്ത് ഞാൻ അനുഭവിക്കുന്ന വേദന, സങ്കടം, അത് വളരെ വലുതാണ് എന്ന് പറയുന്നു. തനിക്ക് ആത്മാവുണ്ടായിരുന്നു, സ്പിരിറ്റ്. ലൂക്കോസിന്റെ സുവിശേഷം 23-46 വാക്യത്തിൽ യേശു താൻ പറയുന്ന വാക്ക്, യേശു അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു. അപ്പൊ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 ഘടകങ്ങളും യേശുവിനുണ്ടായിരുന്നു. അപ്പം ഹ്യൂമൻ നേച്ചർ, മാനുഷിക പ്രകൃതിയായിരുന്നു ക്രിസ്തുവിന് ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ കാര്യം, ഹ്യൂമൻ പേരൻസ്, മാനുഷികമായ മാതാപിതാക്കൾ തനിക്കുണ്ടായിരുന്നു, ഹ്യൂമൻ പേരൻസ്. നോക്കുക, ജോസഫ് ആൻഡ് മേരി, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം വാക്യം. അവൻ ആദിജാതനായ മകനെ പ്രസവിച്ചു. ശീലയിൽ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഓക്കെ, ആദിജാതനായ യേശുവിനെ പ്രസവിച്ചു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ മാനുഷികമായ ഹ്യൂമൻ പേരൻസ്, മാനുഷികമായ മാതാപിതാക്കൾ യേശുവിനുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നോക്കൂ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ദാവീദ് were considered as fathers. അവര് യേശു ക്രിസ്തുവിന്റെ പിതാക്കന്മാരെന്ന് എണ്ണപ്പെട്ടിരുന്നു, അവരെല്ലാവരും. കാരണം ആ തലമുറയിൽ തന്നെയാണല്ലോ യേശു. ഇച്ചിരി മുമ്പേ വായിച്ചോണ്ട് ഞാൻ വാക്യം പിന്നെ ഒത്തിരി റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. മത്തായി 1:1 അങ്ങനെ നമ്മൾ വായിച്ചല്ലോ. അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി, ജിനിയോളജി. അപ്പൊ അബ്രഹാമിന്റെ മകനെ, ഇസ്ഹാക്കിന്റെ മകനെ, യാക്കോവിന്റെ മകൻ, പിന്നെ തലമുറയായിട്ട് വന്ന് ദാവീദിൽ വരുന്നു. അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും, യേശു ക്രിസ്തുവിന്റെ അതെ പിതാക്കന്മാരായിരുന്നു ഇവരെല്ലാവരും. ഓക്കെ, കൂടാതെ ഗലാത്യ ലേഖനം 4:4 യേശു ക്രിസ്തുവിനെ സ്ത്രീയുടെ മകനായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിപ്പിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിപ്പിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ഓക്കെ, അവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു, സ്ത്രീയിൽ നിന്ന് ഉരുവായവനാണ് യേശു ക്രിസ്തു, അഥവാ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ നാം നോക്കൂ, യേശു ക്രിസ്തു ഒരു യഹൂദിയ ഗോത്രത്തിൽപ്പെട്ടവനാണ്, യഹൂദ ഗോത്രത്തിൽ പെട്ടവനാണ് എന്ന് വളരെ ക്ലിയറായി ബൈബിളിനകത്തുണ്ട്. എബ്രായ ലേഖനം 7:14 യഹൂദയിൽ നിന്നും നമ്മുടെ കർത്താവ് ഉദിച്ചേ എന്ന് സ്പഷ്ടമല്ലോ.
ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ലല്ലോ. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താൽ അല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസദേക്കിനെ സദൃശ്യനായി ഇരിക്കുന്നു എങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. യേശുക്രിസ്തു ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യഹൂദ ഗോത്രത്തിൽ നിന്നാണ് യേശു ഉദിച്ചതെന്ന് സ്പഷ്ടമല്ലോ. നമുക്ക് ഈ ഹ്യൂമൻ പേരൻസ് എന്നുള്ള ഒരൊറ്റ ടോപ്പിക്കിൽ അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പൊ ജീസസ് ബിലോങ്സ് ടു ജൂവിഷ് ട്രൈബ്. യഹൂദിയ ഗോത്രത്തിൽ ആയിരുന്നു യേശു ക്രിസ്തുവിന്റെ ജനനം. ഓക്കെ, നെക്സ്റ്റ് വൺ. യേശു ക്രിസ്തുവിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ വളർച്ചയും വികാസവും എല്ലാം സ്വാഭാവികമായിരുന്നു. അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ലായിരുന്നു യേശുവിന്റെ വളർച്ചയിൽ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യം വായിച്ചാൽ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. അപ്പൊ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് വേണേൽ പറയാം. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്? ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ശരീരത്തിന്റെയും ദേഹിയുടെയും ആത്മാവിന്റെയും കൂടെ വളർച്ച, 3 ഘടകവും ഒരുപോലെ വളരുന്നത് തന്നെയാണ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ അതാണ് ക്ലിയർ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൈതൽ വളർന്നു, ജ്ഞാനത്തിൽ നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. ദേഹം, ദേഹി, ആത്മാവെന്ന 3 ഘടകങ്ങളിലും വളർച്ചയുണ്ടായി. ഇപ്പൊ നാച്ചുറലായ ഒരു ഗ്രോത്ത് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്, സാധാരണ ഒരു വളർച്ച. കാരണം യേശു ക്രിസ്തു ജനിച്ചു, വളരുന്നു, പിന്നീട് 12-ാമത്തെ വയസ്സിൽ പള്ളിയിലേക്ക് പോകുന്നു. ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യം മാത്രമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് 30-ാമത്തെ വയസ്സ് വരെ മാതാപിതാക്കൾ കീഴടങ്ങിയിരുന്നു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഗ്രഹിക്കാനായിട്ട് കഴിയുന്നു. 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമോ, അവൻ വളർന്ന നസ്രത്തിൽ വന്നു, തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. അവൻ വളർന്ന നസ്രത്ത് എന്ന പട്ടണത്തിലെ പള്ളിയിൽ ചെന്നു പതിവ് പോലെ ചുരുളുകൾ വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. ഉണ്ടോ? പതിവ് പോലെ ചുരുൾ വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. അപ്പൊ നാം ഒന്ന് ശരിയായി മനസ്സിലാക്കുക, യേശുക്രിസ്തുവിന്റെ വളർച്ചയും വികാസവും എല്ലാം സ്വാഭാവികമായി. നമ്പർ 5, മാനുഷികമായ പരിമിതികളെല്ലാം യേശുക്രിസ്തുവിനും ഉണ്ടായിരുന്നു. എന്താണ് ഈ മാനുഷിക പരിമിതി എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. മാനുഷികമായ പരിമിതികൾ അത് നമ്മൾ നമ്പർ 8 പഠിക്കുമ്പോൾ മനസ്സിലാവും. 1, ടയർനെസ്, ക്ഷീണം. യേശുക്രിസ്തു ക്ഷീണിതനായി നാം ചില രംഗങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. ശാരീരിക ക്ഷീണം അനുഭവിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് 6-ാമത്തെ വാക്യം കണ്ടോ, ക്ഷീണിതനായിരുന്നു എന്ന് എഴുതിയിരിക്കുക. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരം ആയിരുന്നു. ഓക്കെ, വഴി നടന്ന് ക്ഷീണിച്ചിട്ട്, അപ്പം ടയർനെസ്, തനിക്ക് ക്ഷീണം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. വഴി നടന്നു വന്നപ്പോൾ ക്ഷീണം തോന്നിയപ്പോൾ യാക്കോബിന്റെ കിണറിന്റെ സമീപത്തിരുന്നു എന്നവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അവിടെ തന്നെ നമുക്ക് ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ശമരിയാക്കാരി സ്ത്രീയോട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയും. അപ്പൊ ദാഹമുള്ളവരായി എത്ര ക്ലിയർ ആണെന്ന് നോക്കിയേ. മാനുഷികമായ പരിമിതികളെല്ലാം ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു ഉറങ്ങി, സ്ലെപ്റ്റ്. യേശു ഉറങ്ങി. മത്തായി സുവിശേഷം 8-ാം അധ്യായം 24-ാം വാക്യത്തിൽ പടകിൽ കയറിയിട്ട് അമരത്ത് തലവെച്ച് കിടന്നുറങ്ങി എന്നുള്ള ഭാഗമാണ് അവിടെ രേഖപ്പെടുത്തിയത്. മത്തായി 8:24. പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി.
ഓക്കെ, അവനോ ഉറങ്ങുകയായിരുന്നു. അവൻ ഓക്കെ, അടുത്തു ചെന്ന് അത് നമുക്ക് വേണ്ടിയത്. അവനോ ഉറങ്ങുകയായിരുന്നു. ഉണ്ടോ? യേശുക്രിസ്തു ഉറങ്ങുകയായിരുന്നു. അപ്പൊ ക്ഷീണമുള്ളവനായിരുന്നു, ഉറങ്ങുന്നവനായിരുന്നു, ഹംഗ്രി, വിശപ്പുള്ളവനായിരുന്നു. മത്തായിയുടെ സുവിശേഷം 21:18. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. ഓക്കെ, രാവിലെ നടന്നു പോകുന്ന വഴിക്ക് വിശന്നു. ഹംഗ്രി, ഹങ്കർ, വിശപ്പുള്ളവനായിരുന്നു, ദാഹമുള്ളവനായിരുന്നു. അതിനടുത്ത് എഴുതിയിരിക്കുന്നു തേഴ്സ്റ്റി. യോഹന്നാൻ സുവിശേഷം 19:28. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് ശമരിയാക്കാരിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ എല്ലാം താൻ ദാഹമുള്ള ഒരുവനായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. യേശുക്രിസ്തു കരഞ്ഞവനാണ്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിന് 35-ാം വാക്യം. യേശു കണ്ണുനീർ വാർത്തു. യേശുക്രിസ്തു കണ്ണുനീര് വാർത്തു. യേശു കരഞ്ഞു. കണ്ടോ? കോണ്ടക്സ്റ്റ് നിങ്ങൾക്ക് അറിയാം. ലാസർ മരിച്ചു. ലാസർ മരിച്ചിട്ട് ശവസംസ്കാരം കഴിഞ്ഞു. ദീനമായി കിടക്കുമ്പോൾ യേശുവിനെ അറിയിച്ചതാ. യേശു വന്നില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ യേശു വന്നു. 4 ദിവസമായി. അങ്ങനെ വന്നപ്പോഴാണ് മാർത്ത ഓടിച്ചെന്ന് എതിരേറ്റിട്ട് പറഞ്ഞു, നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഓക്കെ, ഇതേ വാക്ക് തന്നെയാണ് മറിയയും പറഞ്ഞത്. മാർത്ത പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ലാസർ ഉയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞു. അതെനിക്കറിയാം, ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് എനിക്കറിയാം എന്ന് മാർത്ത പറഞ്ഞു. എന്നാൽ മറിയ ഒരു ആർഗ്യുമെന്റിന് ആയിട്ടില്ല. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവന്റെ കാൽക്കൽ വീണ് കരഞ്ഞു എന്നാണ് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു കണ്ണുനീർ വാർത്തു. യേശു കരഞ്ഞു. യേശു കരഞ്ഞു എന്ന് ബൈബിളിൽ വേറെയും പല രംഗങ്ങളൊക്കെ ഉണ്ട്. യെരുശലേമിനെ നോക്കിക്കൊണ്ട് യേശു കരഞ്ഞല്ലോ. യെരുശലേമേ, യെരുശലേമേ, ഓടി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ എത്ര വട്ടം നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, എന്നാൽ നീ അത് അംഗീകരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് യേശു കരഞ്ഞു. പിന്നീട് യേശു കരഞ്ഞത് ക്രൂശിൽ യേശു കരഞ്ഞു. അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. അപ്പോൾ ദൈവാലയത്തിലെ തിരശ്ശീല മേൽതൊട്ടടിയോളം ചീന്തി എന്നൊക്കെ പറഞ്ഞു കിടപ്പുണ്ട്. യേശു കരയുന്നു. യേശു കണ്ണുനീർ വാർത്തു. നോക്കുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാനുഷികമായ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ ജഡാവതരണം അല്ലെ ജഡധാരണം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം. അതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലെന്നല്ല. ഈ ഭൂമിയിൽ ജനനങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് നോക്കിയാൽ, ഒന്ന് ആദമിൻ്റെ ജനനം. ആദാമിൻ്റെ ജനനം എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് ആണല്ലോ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. മണ്ണെടുത്തു സാദൃശ്യത്തിൽ സ്വരൂപത്തിലൊക്കെ ഉണ്ടാക്കി അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി എന്ന ബൈബിൾ രേഖപ്പെടുത്തി. അപ്പം അങ്ങനെയായിരുന്നു ആദമിന്റെ ജനനം. അതുപോലൊരു ജനനം വേറെ നടന്നിട്ടില്ല, നടത്തിയിട്ടുമില്ല. രണ്ടാമത്തെ ജനനം എന്ന് പറയുന്നത് ഹവ്വായുടെ ജനനമാണ്. ഹവ്വായെ എങ്ങനെയാണ് ജനിപ്പിച്ചത്? വീണ്ടും മണ്ണ് കുഴച്ചു മൂക്കിൽ ശ്വാസം ഊതുകല്ലായിരുന്നല്ലോ. ആദമിന്റെ വാരിയല്ലിൽ ഒന്നിനെ എടുത്തിട്ടാണ് ഹവ്വയെ നിർമ്മിച്ചത്. അപ്പൊ ആദമിന്റെ ജനനത്തിന് സ്പെഷ്യാലിറ്റി ഉണ്ട്, ഹവ്വയുടെ ജനനത്തിന് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇനി കയന് ഹാബേലും എങ്ങനെയാ? ആദമും ഹവ്വയും കൂടെ ചേർന്നൊരു ജനനമായിരുന്നു കൈൻ ഹാബേൽ എന്ന് പറയുന്നത്. അതിന് നാച്ചുറൽ ബർത്ത് എന്ന് വേണേൽ പറയാം.
എന്നാൽ നോക്കൂ, അബ്രഹാം സാറ ദമ്പതികൾ വന്നപ്പോൾ നാച്ചുറൽ ബർത്ത് നടക്കുന്നില്ല. അവിടെ വയസ്സാം കാലത്ത് ദൈവം അവർക്ക് ശക്തി പകർന്ന് വിശ്വാസത്താൽ അവർക്കൊരു ഇസഹാക്ക് ജനിക്കുന്നു. അപ്പൊ ഇസഹാക്കിന്റെ ജനനം നോക്കൂ. 1 ആദമിന്റെ ജനനം, 2 ഹവ്വയുടെ ജനനം, 3 കയീന്റെ ജനനം, 4 ഇസഹാക്കിന്റെ ജനനം. ഇതെല്ലാം വ്യത്യാസമാണ്. ഇനി 5ാമത്തെ ജനനത്തിന്റെ പേരാണ് ഊർജിൻ ബർത്ത് എന്ന് പറയുന്നത്, കന്യകാജനനം. അതാണ് യെശയ്യാ പ്രവചിച്ചത്. നിങ്ങൾക്കുള്ള അടയാളം മറ്റൊന്നുമല്ല, ഒരു കന്യകാജനനം നടക്കും. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനം ഒരു വിർജിൻ ബർത്ത്. ഈ ഉലകത്തിലേക്ക് യേശു അവതരിക്കുകയായിരുന്നു. സത്യത്തിൽ അവതാരം. അപ്പൊ നമ്മൾ നോക്കണേ, സാക്ഷാൽ ദൈവം ഒരു ഭ്രൂണമായി മറിയയുടെ ഉദരത്തിലേക്ക് വന്നു എന്ന് പറയുന്നത് ഒരു മിറക്കിളാണ്, ഒരു അത്ഭുതം. എന്നിട്ട് നാച്ചുറലായ ഒരു വളർച്ച ഉണ്ടാവുക, ആ ഗർഭപാത്രത്തിൽ 9 മാസങ്ങൾ 9 ദിവസങ്ങൾ അതിനകത്ത് വസിക്കുക, എത്രയോ മിറക്കിളാണ്. അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇൻകാർണേഷൻ വളരെ ഗൗരവമുള്ളൊരു കാര്യമായിരുന്നു. വലിയ അത്ഭുതങ്ങളൊന്നു തന്നെയാണ്. ശ്രദ്ധിക്കൂ. അങ്ങനെയെങ്കിൽ ഈ പർപ്പസ് ഓഫ് ഇൻകാർണേഷൻ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദി പർപ്പസസ് ഓഫ് ഇൻകാർണേഷൻ? ജഡാവതരണത്തിന്റെ അല്ലെ മനുഷ്യാവതാരത്തിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? പർപ്പസ് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നോക്കുക. നമ്പർ 1, ഒന്നാമത്തെ കാര്യം, നമുക്കെല്ലാവർക്കും എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം തന്നെ, റെമിഷൻ ഓഫ് സിൻ, പാപങ്ങളുടെ പരിഹാരമായിരുന്നു ഒന്നാമത്തെ ഉദ്ദേശം തന്നെ. അല്പം മുമ്പേ വായിച്ചതാണ്. ഞാൻ ഇത് വേറൊരു പോർഷൻ എഴുതിയെന്നേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ അല്പം മുമ്പേ നമ്മൾ വായിച്ചു, മനുഷ്യവർഗത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കെ കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. പാപങ്ങളുടെ മോചനം, പാപത്തിന്റെ മോചനം, മാനവകുലത്തിന്റെ പാപത്തിന്റെ മോചനമായിരുന്നു യേശുക്രിസ്തുവിന്റെ അവതാരത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ യേശുക്രിസ്തുവിന്റെ അവതാര ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങൾക്കല്ല പ്രാധാന്യത കൊടുക്കേണ്ടത്. ഏറ്റവും പ്രാധാന്യതയുള്ള കാര്യം പാപങ്ങളുടെ മോചനമാണ്. ചിലപ്പോൾ എനിക്ക് സങ്കടം തോന്നി, ചില സുവിശേഷം പറയുമ്പോൾ പാപങ്ങളുടെ മോചനം പറയത്തില്ല. വീടുകളിൽ ചെന്ന് സുവിശേഷം പറയുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും, ഇതൊന്നും അല്ല സുവിശേഷം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് അനുഗ്രഹം കിട്ടുമെന്നോ, നിങ്ങളുടെ ജോലിക്ക് പ്രമോഷൻ കിട്ടുമെന്നോ, നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി, ഇതൊന്നും അല്ല സുവിശേഷം എന്ന് പറയുന്നത്. സത്യത്തിൽ എന്താണ് സുവിശേഷം? ഒരുവന്റെ പാപത്തിന്റെ മോചനം സാധ്യമാകുമെന്ന യാഥാർത്ഥ്യമാണ് നാം ആ വ്യക്തിയെ പഠിപ്പിക്കേണ്ടത്. അതിനാണ് പ്രാധാന്യത കൊടുക്കേണ്ടത്. നോക്കൂ, ആദമിന്റെ പാപം മൂലം മനുഷ്യവർഗം മുഴുവൻ പാപത്തിന് അധീനപ്പെട്ടു പോയി. പാപത്തിന് അധീനപ്പെട്ടു പോയ മനുഷ്യവർഗത്തെ ആരും രക്ഷിപ്പാനില്ലാതെ വന്നപ്പോൾ തീർച്ചയായും അതിൽ നിന്ന് രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ അവതരിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ നാം ഒന്ന് ഗ്രഹിക്കുക, മനസ്സിലാക്കുക. ഈ മർക്കോസിന്റെ സുവിശേഷം 10:45 ഒരു വാക്യം കുറിച്ചെന്നേ ഉള്ളൂ, ഒന്ന് വായിച്ചോളൂ.
മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. മനുഷ്യപുത്രൻ ഇവിടെ വന്നത് തന്റെ ജീവൻ അനേകർക്ക് വേണ്ടി നൽകുവാനാണ്, പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കുമോ? റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 3. റോമർ 8:3. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിക്കേണ്ടതിന് പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ യേശുവിനെ ഇവിടെ അയച്ചു. യേശു ക്രിസ്തുവിന്റെ ജഡത്തിൽ പാപത്തിന് ശിക്ഷ വിധിച്ചു. മാനവലോകത്തിന്റെ മുഴുവൻ പാപങ്ങൾ, ആ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ആയിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉലകത്തിലേക്ക് വന്നത്. റോമാലേഖനമാണ് 1, 2, 3, 4, 5, 6, 7 അധ്യായങ്ങൾ വരെ മുഴുവൻ എഴുതിയിരിക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. വിശ്വാസമുള്ള നീതീകരണം, വിശുദ്ധീകരണം, ഈ രണ്ട് സബ്ജക്റ്റാണ്. അതിൽ 5-ാം അധ്യായം വരെ നീതീകരണം, 6, 7, 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വരെ വിശുദ്ധീകരണത്തെ കുറിച്ച് പറഞ്ഞു. പാപങ്ങളുടെ മോചനം ആണ് ഏറ്റവും പ്രാധാന്യതയുള്ള കാര്യം. നമ്പർ 1. നമ്പർ 2, രണ്ടാമത്തെ കാര്യം, ടു കൺഫേം ദ പ്രോമിസസ് മെയ്ഡ് അൺ ടു ദി ഫാദേഴ്സ്. പിതാക്കന്മാരോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളുടെ ഉറപ്പിക്കലിന് വേണ്ടി ആയിരുന്നു യേശു ക്രിസ്തു ഉലകത്തിലേക്ക് വന്നത്. പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തങ്ങൾ ഉറപ്പിക്കേണ്ടത്. റോമാലേഖനം 15-ാം അധ്യായത്തിന് 8-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിനത്രേ യേശു ക്രിസ്തു ഉലകത്തിൽ വന്നു. എന്തുവാ പിതാക്കന്മാരുടെ വാഗ്ദത്തം? പിതാക്കന്മാരോട് വളരെ വ്യക്തമായ വാഗ്ദത്തങ്ങൾ നൽകിയിരുന്നു. മാനവലോകത്തിന്റെ മുഴുവൻ രക്ഷ അതായിരുന്നു യേശു ക്രിസ്തുവിടെ സാധിച്ചത്. 3-ാമത്തെ കാര്യം കണ്ടോ? ഇപ്പൊ വായിച്ച 15-ാം അധ്യായത്തിന്റെ അടുത്ത വാക്യം ഒന്ന് വായിച്ചു നോക്കുക. 9-ാമത്തെ വാക്യം, ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നും ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്നും ഞാൻ പറയുന്നു. ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ജാതികളോട് കരുണ കാണിക്കുവാൻ വേണ്ടിയായിരുന്നു യേശു ക്രിസ്തു ഉലകത്തിൽ വന്നത്. പിതാക്കന്മാരോടുള്ള വാഗ്ദത്തത്തിന്റെ ഉറപ്പിക്കൽ, നിവർത്തീകരണം, അപ്പോൾ തന്നെ ജാതികളോടുള്ള കരുണ, ജാതികളോട് കരുണ കാണിക്കുകയായിരുന്നു. നിങ്ങൾ നോക്കൂ, മാനവ ലോകത്തിന് മുഴുവനാണ് രക്ഷ. യഹൂദന്മാർക്ക് മാത്രമുള്ള രക്ഷയല്ല. പിതാക്കന്മാരുള്ള വാഗ്ദത്വം എന്ന് പറയുമ്പോൾ യഹൂദന്മാർക്കുള്ള രക്ഷയാണ്. യഹൂദന്മാരോട് മാത്രമുള്ള രക്ഷയല്ല, മാനവ ലോകത്തിനുള്ള രക്ഷ. The Gentiles might glorify God for his mercy. No. ജാതികളോട് കരുണ കാണിച്ച ദൈവത്തിന്റെ പ്രവൃത്തി, അതായിരുന്നു യേശു ക്രിസ്തുവിനെ ഈ ഉലകത്തിലേക്ക് അയച്ച 3-ാമത്തെ കാര്യം. 4-ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കാമോ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കൂ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഏകജാതനായ പുത്രൻ
പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നു. Only begotten son declared father. What it means? പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ഈ ഉലകത്തിൽ വന്നതുകൊണ്ടാണ്, യേശു ഇവിടെ അവതരിച്ചത് കൊണ്ടാണ് പിതാവിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ ഇടയായി തീർന്നത്. ഞാൻ എൻ്റെ പിതാവിലിരിക്കേണ്ടതല്ലയോ? പിതാവ് പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ പിതാവിനെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. പിതാവ് എന്നോട് പറയുന്നതാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. എത്രയോ കാര്യങ്ങളാണ് പറഞ്ഞത്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ യേശു പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിതാവേ എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ കെയർ ഓഫിൽ, ആരുടെയും കെയർ ഓഫിൽ പ്രാർത്ഥിക്കേണ്ട. അബ്രഹാമിൻ്റെ ദൈവമെന്ന് പറയണ്ട, ഇസ്ഹാക്കിൻ്റെ ദൈവമെന്ന് പറയണ്ട, ഇസ്രയേലിൻ്റെ ദൈവമെന്ന് പറയണ്ട, ഏലിയാവിൻ്റെ ദൈവമെന്ന് പറയണ്ട, മോശയുടെ ദൈവമെന്ന് പറയണ്ട. ആ കെയർ ഓഫ് എല്ലാം അങ്ങ് മാറ്റിവെച്ച് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്ന് വിളിക്കാനുള്ള പദവി നമുക്ക് നൽകിയത് യേശു ഉലകത്തിൽ വന്നത് കൊണ്ടല്ലേ. Only begotten son declared father. യേശു ക്രിസ്തുവാണ് പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തി തന്നത്. നമ്പർ 5, അഞ്ചാമത്തെ കാര്യം, പുത്രനെ വെളിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു പുത്രൻ ഇവിടെ അവതരിച്ചത്. യേശു ക്രിസ്തു ഇവിടെ അവതരിച്ചത് പുത്രനെ വെളിപ്പെടുത്താനായിരുന്നു. ആരാണ് ഈ പുത്രൻ? ഉണ്ടോ? യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 30-ാമത്തെ വാക്യം ഒന്ന് നോക്കി. ഞാനും പിതാവും ഒന്നാകുന്നു. ഉണ്ടോ? എത്ര ക്ലിയർ ആണ്. ഞാനും പിതാവ് ഒന്നാകും. എന്നെ കാണുന്നതിന് പിതാവിനെ കാണുന്നു. ഞാനും പിതാവും എല്ലാം ഒന്നാ. മാന്യ സഹോദരങ്ങളെ, നമ്മുടെ ആ കാഴ്ചപ്പാടെല്ലാം മാറണം. പിതാവിനേക്കാൾ താണവനോ പിതാവിന്റെ സാരാംശത്തിൽ തുല്യനോ അല്ലാതെ താഴെ പോയൊന്നുമല്ല യേശു ക്രിസ്തു. ഞാനും പിതാവ് ഒന്നാകുന്നു. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചാൽ, യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലല്ലോ. ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെയും ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പറയുന്നത് എങ്ങനെ? 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിട്ട് പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ നിങ്ങളെ വന്ന് എൻ്റെ അടുത്ത് ഞാൻ ചേർക്കാൻ വീണ്ടും വരാം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസ് ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ കർത്താവേ, ആ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണമെന്നോ? ഉണ്ടോ? പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. ഉടനെ കൊടുത്ത മറുപടിയാ, ഇത്രയും കാലം എൻ്റെ കൂടെ നടന്നിട്ടും പിതാവ് ആരാണെന്നും ഞാൻ ആരാണെന്നും അറിയുന്നില്ലയോ ഫിലിപ്പോസേ? മാത്രമല്ല, എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നിലൂടെ അല്ലാതെ പിതാവിലേക്ക് ആർക്കും പോകുവാൻ സാധ്യമല്ല. മാന്യതേ, യേശു ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ, പുത്രനെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ യേശു ഇവിടെ അവതരിച്ചു. 5-ാം അധ്യായം 40-ാം വാക്യം, യോഹന്നാൻ തന്നെ. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഉണ്ടോ? ജീവൻ പ്രാപിക്കേണ്ടത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരുവാൻ മനസ്സില്ല. എത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആരാ? ഞാൻ ജീവൻ നൽകാൻ യോഗ്യനാണ്, നിത്യജീവൻ നൽകാൻ കഴിയുന്നവനാണ്. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരുവാൻ നിങ്ങൾക്ക് മനസ്സാവുന്നില്ല. മത്തായി സുവിശേഷം
11. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. കണ്ടോ, എത്ര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ധനദാനങ്ങളെ കൊടുക്കാൻ ഇച്ഛിക്കുന്നെങ്കിൽ ദൈവത്തോട് യാചിക്കുന്നവർക്ക് എത്രയധികം നന്മകളെ നൽകി കൊടുക്കുവാനിടയായിത്തീരും. ആ പുത്രനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. നമ്പർ 6, ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു വിശ്വസ്ത മഹാപുരോഹിതനാണ്. അപ്പൊ വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ടതിനാണ് ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഫെയ്ത്ത്ഫുൾ ഹൈ പ്രീസ്റ്റ്, വിശ്വസ്ത മഹാപുരോഹിതൻ. ഓക്കെ, എബ്രായ ലേഖനം 2-ാം അധ്യായം 17-18 വാക്യം. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സാദൃശ്യനായി ഓക്കെ, എത്ര ക്ലിയർ ആയിട്ട് പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ലേ? വിശ്വസ്ത മഹാപുരോഹിതൻ ആകേണ്ടതിന്, വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ടതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്നു. 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തെയും ഈ മഹാപുരോഹിതൻ ആരാണെന്ന് പഴയ നിയമ ചരിത്രത്തിൽ നിന്നൊരു വാക്യം ഒന്ന് വായിക്കുന്നതേ ഉള്ളൂ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏതു മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്ന ഒരാളായിരുന്നു പുരോഹിതൻ. അപ്പോൾ തന്നെ ഈ പുരോഹിതൻ ബലഹീനത ഉള്ളയാളാണ്, തെറ്റുള്ള ആളുമാണ്. അങ്ങനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുക്കും. 6-ാം വാക്യം, അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞു. നോക്കിയേ, മനുഷ്യരുടെ ഇടയിൽ നിന്നെടുക്കുന്ന പുരോഹിതന് ബലഹീനതകളുണ്ട്. എന്നാൽ നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള പുരോഹിതൻ എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 7-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതനെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അതുകൊണ്ട് എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തുവാണ് വിശ്വസ്തനായ മഹാപുരോഹിതൻ. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ 7-ാം അധ്യായത്തിന്, എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1-2 വാക്യങ്ങൾ. പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിന് കീഴിലല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. എന്നാൽ ഇത് ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിൽ നിന്നുള്ളവൻ. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യഹൂദായിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ലേവ്യ ഗോത്രത്തിന് മാത്രമുണ്ടായിരുന്ന പൗരോഹിത്യം എങ്ങനെ യഹൂദ ഗോത്രത്തിന് കൈമാറ്റം ചെയ്യും? ഒരിക്കലും കൈമാറ്റം ചെയ്യാൻ സാധ്യമല്ല. ലേവ്യ ഗോത്രത്തിന് തലമുറയായി കൊടുത്തിട്ടുള്ളതാണ് പൗരോഹിത്യം. അപ്പൊ ആ ലേവ്യ ഗോത്രത്തിന് കൊടുത്ത പൗരോഹിത്യം യേശു ക്രിസ്തുവിന് ആര് കൊടുത്തു? ആരും യേശുവിന് പൗരോഹിത്യം നൽകിയില്ല. അതാ ഇവിടെ പറഞ്ഞത്, യേശു ക്രിസ്തു യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനാണ്. യഹൂദ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യഹൂദ ഗോത്രത്തിൽ ആരും പുരോഹിതന്മാരല്ല. പിന്നെ എങ്ങനെ യഹൂദ ഗോത്രത്തിന് പൗരോഹിത്യം വന്നു? അങ്ങനെയെങ്കിൽ ലേവ്യ പൗരോഹിത്യം മാറിയെങ്കിൽ ന്യായപ്രമാണത്തിന് എന്തേ പ്രസക്തി? യേശു വേറൊരു ഗോത്രത്തിൽപ്പെട്ടവൻ, അവൻ യഹൂദ ഗോത്രത്തിൽപ്പെട്ടവൻ എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ യാതൊരുവിധ
ന്യായപ്രമാണത്തിലും അത് ശുശ്രൂഷ സംബന്ധമായി പറഞ്ഞിട്ടില്ല. അപ്പോൾ യേശു ആര്? മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ളൊരു പുരോഹിതനാണ്. അപ്പൊ യേശു ഇവിടെ അവതരിച്ചത് എന്തിനു വേണ്ടി? ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഓൺലി ഫെയ്ത്ത്ഫുൾ ഹൈ പ്രീസ്റ്റ്. വിശ്വസ്തനായ ഒരു മഹാപുരോഹിതനാണ് യേശു ക്രിസ്തു എന്ന് തെളിയിക്കുവാൻ വേണ്ടിയായിരുന്നു. നമ്പർ 7, 7ാമത്തെ കാര്യം, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 8ാമത്തെ വാക്യം വായിക്കും. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാവുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. അപ്പൊ എന്തിനാണ് യേശു ഈ ഉലകത്തിൽ വന്നത്? ഡിസ്ട്രോയ് ദ വർക്ക്സ് ഓഫ് ദ ഡെവിൾ. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാൻ മനുഷ്യപുത്രൻ ഈ ഉലകത്തിൽ അവതരിച്ചു. അവതാര ലക്ഷ്യങ്ങൾ ഇപ്പൊ ഞാൻ 7 എണ്ണം പറഞ്ഞു. 8ാമത്തേത്, 8ാമത്തെ കാര്യങ്ങൾ നോക്കൂ. എന്താണ് 8ാമത്തേത്? ഡിക്ലെയർഡ് ദ മാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി, മനുഷ്യനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ അവതാരം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 38-ാം വാക്യം. കായിനാൽ ഏനോസിന്റെ മകൻ, ഏനോസ് സേത്തിന്റെ മകൻ, സേത്ത് ആദമിന്റെ മകൻ, ആദം ദൈവത്തിന്റെ മകൻ. ആദം ദൈവത്തിന്റെ മകൻ എന്നിവിടെ തെളിയിക്കുക ലൂക്കോസ്. ഈ ജീനിയോളജി, വംശാവലി, മത്തായിയുടെ സുവിശേഷത്തിലെ വംശാവലിക്കകത്ത് അബ്രഹാം മുതലേ ഉള്ളൂ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അങ്ങനെ വംശാവലി വന്നിട്ട് യേശു ജനിച്ചു എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയതേ ഉള്ളൂ മത്തായി 1-ാം അധ്യായം നമ്മൾ വായിച്ചാൽ. എന്നാൽ ലൂക്കോസ് ഈ 3-ാം അധ്യായം നമ്മൾ വായിച്ചാൽ യേശുക്രിസ്തു 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ സ്നാനപ്പെട്ടു എന്ന് എഴുതിയിട്ട് യേശു ഇന്നയാളുടെ മകൻ, ഇന്നയാൾ നേരെ തലമുറ പുറകോട്ടെഴുതി, പുറകോട്ട് കൊണ്ട് ആദമിൽ വന്നിട്ട് എഴുതി ആദം ദൈവത്തിന്റെ മകൻ. ഉണ്ടോ? ആദം ദൈവത്തിന്റെ മകൻ. അതായത് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ മനുഷ്യനെ നിർമ്മിച്ചുവെന്നും അങ്ങനെ നിർമ്മിക്കപ്പെട്ട, സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ഉലകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു യേശു ക്രിസ്തുവിന്റെ അവതാര ലക്ഷ്യങ്ങളിൽ 8ാമത്തെ കാര്യം എന്ന് പറയുന്നത്. റോമാലേഖനം 3:23 എന്ന് പറയുന്നത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. മതി. കണ്ടോ? അപ്പം ദൈവം നൽകിയ തേജസ്, ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോണം. ആദ്യ മനുഷ്യന് ദൈവം കൊടുത്ത തേജസ് ഉലകത്തൊരു മനുഷ്യനും പിന്നെ കണ്ടില്ല. കാരണം ഇവിടെ പൗലോസ് എഴുതി, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. 1 Corinthians 15:45 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദം ജീവിക്കുന്ന ആത്മാവായി, എന്നാൽ ആത്മാവല്ല, പ്രാകൃതം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ശ്രദ്ധിക്കൂ, അവിടെ പറഞ്ഞിരിക്കുന്നത് ആദാം, ഒടുക്കത്തെ ആദാം. ആദ്യത്തെ ആദാമിലൂടെ പാപം ലോകത്തിൽ വന്നെങ്കിൽ ഒടുക്കത്തെ ആദാമിലൂടെ പാപത്തിന് നിവാരണം വരുത്തി. ഇപ്പൊ ഞാൻ 8 കാര്യം പറഞ്ഞു. പർപ്പസ് ഓഫ് ഇൻകാർണേഷൻ, ജഡാവതരണത്തിന്റെ 8 കാര്യങ്ങൾ പറഞ്ഞു. നമ്പർ 9, 9ാമത്തെ കാര്യം, എക്സാമ്പിൾ ഫോർ ഹോളി ലൈഫ്. ഒരു വിശുദ്ധ ജീവിതത്തിന്റെ മാതൃക ആയിരുന്നു യേശു ക്രിസ്തു. വിശുദ്ധ ജീവിതത്തിന് മാതൃകാ പുരുഷൻ. മത്തായിയുടെ സുവിശേഷം 11:29. ഞാൻ സമ്മതിയും ഉള്ളവനാകിയാൽ
എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. മതി. ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. താനൊരു മാതൃകാ പുരുഷനായിട്ട് നമ്മുടെ കർത്താവാണുള്ളത്. നിങ്ങളുടെ ആത്മീയതയ്ക്ക് ഒരിക്കലും നിങ്ങൾ വേറൊരാളെ നിങ്ങൾ കമ്പയർ ചെയ്യരുത്. യു ഷുഡ് നോട്ട് കമ്പയർ യുവർ സ്പിരിച്വാലിറ്റി വിത്ത് അതേഴ്സ്, ബട്ട് യു ഹാവ് ടു കമ്പയർ യുവർ സ്പിരിച്വാലിറ്റി വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഓൺലി. യേശു ക്രിസ്തുവുമായി മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതം തട്ടിക്കാവൂ. ആത്മീയരെന്ന് വിചാരിക്കുന്ന സമൂഹത്തിലെ ആരെങ്കിലുമായോ നമ്മുടെ ലീഡേഴ്സുമായോ ആത്മീയത തട്ടിക്കരുത്. നമ്മൾ അപകടത്തിൽപ്പെടുമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. യേശുവാണ് നമ്മുടെ മാതൃക. ഓക്കെ, 10ാമത്തെ കാര്യം, ടു പ്രിപ്പയർ ദ ബ്രൈഡ് ഫോർ സെക്കൻഡ് കമ്മിങ്. എബ്രായ ലേഖനം 9ാം അധ്യായം 27-28 വാക്യങ്ങൾ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ ഒരു മണവാട്ടിയെ ഒരുക്കുകയാണ്. അതിനുവേണ്ടിയാണ് ആദ്യം വന്നത്. ഇവിടെ ഒന്നാമത്തെ വരവ് ഇവിടെ വന്നത് ഒരു മണവാട്ടിയെ സജ്ജമാക്കുകയാ രണ്ടാം വരവിന് വേണ്ടി. ക്രൈസ്റ്റ് ടു പ്രിപ്പയർ ദ ബ്രൈഡ് ഫോർ സെക്കൻഡ് കമ്മിങ്. രണ്ടാം വരവിന് വേണ്ടി മണവാട്ടിയെ ഒരുക്കാൻ ഇവിടെ ഒന്നാമത് വന്നു. 11ാമത്തെ കാര്യം, ക്രൈസ്റ്റ് ഈസ് ദ മീഡിയേറ്റർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. മനുഷ്യനും ദൈവത്തിനും മധ്യസ്ഥൻ ഒരുവനേ ഉള്ളൂ. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. 1 തീമോഥെയോസ് 2:5. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ഓക്കെ, അപ്പം ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനാകുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഉലകത്തിൽ വന്നത്. മാന്യ സഹോദരി സഹോദരിമാരെ, ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ. വേറൊരു മധ്യസ്ഥൻ നമുക്കില്ല. ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൂതന്മാര് മധ്യസ്ഥത വഹിക്കുന്നവരൊന്നുമല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഇവരാരും ആരാധനയ്ക്ക് യോഗ്യതയുള്ളവരല്ല. യേശുവിൻ്റെ അമ്മ മറിയം ആരാധനയ്ക്ക് യോഗ്യതയുള്ള ആളല്ല. അപ്പോസ്തലന്മാര് ആരാധനയ്ക്ക് യോഗ്യതയുള്ളവരല്ല. വിഗ്രഹങ്ങൾ ആരാധനയ്ക്ക് യോഗ്യതയുള്ളവരല്ല. യേശു മാത്രമാണ് മധ്യസ്ഥനായിട്ടുള്ളത്. നമ്പർ 12, 12ാമത്തെ കാര്യം, ഹെഡ് ഓഫ് ദ ന്യൂ ക്രിയേഷൻ. പുതിയ സൃഷ്ടിയുടെ തലയാണ് നമ്മുടെ കർത്താവ്. 2 Corinthians 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഓക്കെ, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. സകലതും കഴിഞ്ഞുപോയി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഗലാത്യർ 6:15 കൂടെ ഒന്ന് വായിച്ചോളൂ. 6:15 ഗലേഷ്യൻസ്. ചേതനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രയേ കാര്യം. പുതിയ സൃഷ്ടി അത്രേ കാര്യം. അപ്പൊ പുതിയ സൃഷ്ടിയുടെ തല ക്രിസ്തുവാണ്. അപ്പോൾ പുതിയ സൃഷ്ടിയുടെ തലയാകുവാൻ അവിടെ അവതരിച്ചു. 13, The Lord God shall give the throne of David. ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ വാൺ അരുളേണ്ടതിനാണ് ഇവിടെ ഒന്നാമത് വന്നത്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 32-33. അവൻ വലിയവനാകും, അവന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയല്ലോ. The Lord God shall give the throne of God. ദാവീദിന്റെ സിംഹാസനത്തിൽ അവനിരിക്കും. ഇനി 14ാമത്തെ കാര്യം, ലൂക്കോസ് സുവിശേഷം 1:32. ഇപ്പൊ നമ്മൾ വായിച്ചു വായിക്കുന്നതിന് അവൻ വലിയവനാകും,
ഗ്രഹത്തിന് എന്നേക്കും രാജാവാകും. മതി 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 മതി. മുന്നോട്ടാ വായിക്കുന്നത്. ശ്രദ്ധിക്കുക. അത്യുന്നതൻ എന്ന് വിളിക്കപ്പെടും. അവൻ Christ shall be called the son of the highest. ലൂക്കോസ് 1:32. അത്യുന്നതൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. 15-ാമത്തെ കാര്യം, എന്തിനാണ് യേശു അവതരിച്ചത്? 15-ാമത്തെ കാര്യം 1 Corinthians 15-ാം അധ്യായത്തിന് 3-4 വാക്യം വായിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, വായിക്കാം. 15-3-4. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഓക്കെ, തിരുവെഴുത്തുകളിൻ പ്രകാരം ക്രിസ്തു ഇവിടെ വന്നു. തിരുവെഴുത്തുകളിൻ പ്രകാരം ക്രിസ്തു ഇവിടെ ജീവിച്ചു. തിരുവെഴുത്തുകളിൻ പ്രകാരം ക്രിസ്തു ഇവിടെ മരിച്ചു. തിരുവെഴുത്തുകളിൻ പ്രകാരം ക്രിസ്തു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകൾ അനുസരിച്ച് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. എന്തോ മനസ്സിലായി? ടു ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ സ്ക്രിപ്റ്റേഴ്സ്. തിരുവെഴുത്തുകളുടെ നിവൃത്തിയായിരുന്നു യേശു ക്രിസ്തുവിന്റെ ജനനവും യേശു ക്രിസ്തുവിന്റെ ജീവിതവും എല്ലാം എല്ലാം എല്ലാം. 15 കൂട്ടം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ വീണ്ടും കേൾക്കാം. ഇത് ശരിക്കും പഠിക്കണം. 15 കാര്യങ്ങൾക്ക് വേണ്ടിയാ യേശു ഇവിടെ വന്നത്. എന്നാൽ ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യം, ഇതെല്ലാം പ്രാധാന്യമുള്ളതാണെങ്കിലും ഏറ്റവും പ്രാധാന്യത മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഇവിടെ വന്നത്. അപ്പോഴും ബാക്കി 14 കാര്യം പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇറ്റ്സ് ഓവർ ടു പാസ്റ്റർ ലാലുജിക്ക്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് ദൈവം ശക്തീകരിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം വീണ്ടും അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി. നാളെ വൈകിട്ട് വെളിപ്പാട് പുസ്തകം കർത്താവിന്റെ ദാസൻ CV ആൻഡ്രൂസ് എടുക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. അവസാനമായി ജോർജ് ജോസഫ് പ്രാർത്ഥിക്കാമോ? ജോർജ് ജോസഫ് പ്രാർത്ഥിച്ചാട്ട്, അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ക്രിസ്തുവേശുവിടെ ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന കർത്താവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ബുധനാഴ്ച വൈകിട്ട് കർത്താവേ, ഞങ്ങൾക്ക് അകത്തെ ബൈബിൾ കോളേജിൽ ഓൺലൈനായി ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ കർത്താവ് സഹായിക്കാനായി ശ്രദ്ധിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച്, യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് പഠിക്കുവാൻ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഞങ്ങളെ സഹായിച്ചല്ലോ. വചനം പഠിപ്പിക്കുവാൻ കർത്താവിന്റെ അഭിഷിക്തൻ മാത്യു പി ഭാഷ കർത്താവ് കരങ്ങളെടുത്തിനായി ശ്രദ്ധിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുഹിതം പിന്നെ നിറഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ദൈവദിനം പഠിച്ച് അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ സ്വർഗം സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബൈബിൾ കോളേജിനെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കണമേ. പിന്നെയും അനേകർ കടന്നു വന്ന ദൈവത്തിന്റെ വചനം പഠിക്കാനുള്ള അവസരങ്ങൾ നൽകി കർത്താവ് അനുഗ്രഹിക്കണമേ. അതിന്റെ പിന്നീട് അധ്വാനം ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. ഇന്ന് രാത്രികാലം മീറ്റിങ്ങിനെ ഹോസ്റ്റ് ചെയ്ത കർത്താവിന്റെ അഭിഷിക്തൻ ഞങ്ങളുടെ ലാലു ജഗ ഭാഷയെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു. നാളെ രാത്രികാലം ഞങ്ങൾക്ക് കൂടി വരാൻ സ്വർഗം സഹായിക്കണം, അനുഗ്രഹിക്കണം, ആസ്വദിക്കണം. ഇപ്പോൾ ഞങ്ങളെ സമാധാനത്തോടെ പറഞ്ഞയക്കണം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ അതിവിനയമായി അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. താങ്ക് യു ബ്രദർ ജോർജ് ജോസഫ്. ദൈവം സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ഇത് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഇതിന്റെ പ്രവർത്തനത്തോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.